ക്രിയേറ്റ് ചെയ്ത ടൈമിൽ പറഞ്ഞത് 50 വർഷത്തിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ ഏത് പ്രൊഡക്റ്റ് ആയാലും ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ, മനുഷ്യർക്കായാലും എക്സ്പീരിയൻസ് ഡേറ്റ് ഉണ്ടല്ലോ. 29 വർഷം റണ്ണിങ് ആ. വലിയൊരു വാട്ടർ സോഴ്സിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാരുടെ അവസ്ഥ, കേരളം ഉണ്ടോ പിന്നെ എന്തെങ്കിലും ദുരന്തം വന്നു നോക്ക്. ഇപ്പൊ വയനാട് ഉണ്ടായിരുന്ന ദുരന്തം, വെള്ളപ്പൊക്കം ഉണ്ട്, എല്ലാത്തിനും മലയാളികളുടെ ഒരു മൈൻഡ് സെറ്റ് വേറെ തന്നെയാണ്. കേരളക്കാർ ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കും ആ കാര്യത്തിൽ. നമ്മൾ 2018 മനസ്സിലാക്കിയ കാര്യം. പ്രളയമൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ അതിന്റെ ചർച്ച വരിക, വീണ്ടും വന്നു വരും. പക്ഷെ പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ആൾക്കാർ അതിന്റെ ചർച്ച വിടും. മുല്ലപ്പെരിയാർ ശരിക്കും ഒരു പേടി സ്വപ്നമാണോ, അല്ലെങ്കിൽ അതൊരു ടിക്കിംഗ് ടൈം ബോംബാണോ? പേടിക്കേണ്ട കാര്യമുണ്ടോ, അതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് വീഡിയോയിൽ എൻഡ് വരെ കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ലൈക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഡാമിനെ കുറിച്ച്, ഡാമിനെ പറ്റിയും ഡാമിന്റെ ഹിസ്റ്ററീസ്, കാര്യങ്ങൾ, എങ്ങനെയാണ് ആ ഡാം സ്റ്റാർട്ട് ചെയ്തത്, എന്ത് റീസൺ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡാം ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്നുള്ള രീതിയിലൊക്കെ കാരണങ്ങളുണ്ട്. സോ അതിന്റെ ഹിസ്റ്ററീസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കഥ തുടങ്ങുന്നത് കുറെ കൊല്ലം മുന്നെന്ന് പറഞ്ഞാൽ 1800 കാലഘട്ടത്തിലാണ്. 1800 കാലഘട്ടത്തില് പെരിയാർ നദിയുണ്ട്. പെരിയാർ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് ഇല്ല, നമ്മുടെ ഇന്ത്യന്റെ വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. ഈ വെസ്റ്റേൺ ഗട്ട്സ് നിന്നാണ് ഈ പെരിയാർ നദി സ്റ്റാർട്ട് ചെയ്യണത്. ഈ പെരിയാർ നദി കേരളത്തിലോട്ടും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്ന ഒരു നദിയുണ്ട്, വൈഗിരി നദി. ഈ വൈഗിരി നദിയാണ് തമിഴ്നാട്ടിലേക്ക് പോണത്. ടൈം എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല, ഫുള്ള് വറ്റും. അപ്പൊ അത് എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാ? തമിഴ്നാട്ടിലെ എഫക്റ്റ് ചെയ്യണം. ഈ തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് കൃഷി ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾക്കൊന്നും വെള്ളമില്ല. മെയിൻലി തമിഴ്നാടിന്റെ ഒരു സർട്ടൻ ഏരിയ പറയണെങ്കിൽ തേനി, മധുരൈ, രാമനാഥപുരം, ശിവഗിരി എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഏരിയാസ് ഒക്കെ ശരിക്കും വരൾച്ച, ഒന്നുമില്ല അവിടെ. വെള്ളത്തിന് ഭയങ്കര ഡിഫിക്കൽട്ട് ഉള്ള ഏരിയ. പണ്ടാണെങ്കിൽ ഇങ്ങനെ പോയി ബൈക്കോ കാറൊന്നും ഇല്ലല്ലോ പണ്ട്, നടന്നു പോയി കുറെ ദൂരങ്ങളോളം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഏറ്റി കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നത്തിന് എന്ത് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ഒരു കിങ് സംസാരിച്ചിരുന്നത്. അപ്പൊ രാജാവിന് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ബ്രിട്ടീഷുകാരുണ്ടല്ലോ ടൈമില്, ബ്രിട്ടീഷുകാരായിട്ട് കൊളാബ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സിൽ നിന്ന്, അതായത് നമ്മുടെ പെരിയാർ നദി വരുന്നത് കേരളത്തിലോട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് കേരളത്തിൽ. കാരണം എന്നും മഴക്കാലമായ വെള്ളപ്പൊക്ക, കാരണം ഈ നദിയിൽ നിന്ന് വരുന്ന വെള്ളം മൊത്തം കേരളത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ നിന്നിരുന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, നേരെ നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ അടുത്ത് പോയി. മഹാരാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, തമിഴ്നാട്ടിൽ വെള്ളമില്ല, അവർക്ക് ആൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, മഴക്കാലം ആയി കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം കൂടുതൽ എങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ ആലോചിക്കുക. അപ്പൊ ഒരു രാജാവ് ആദ്യം ഒന്നും കൺവിൻസ് ആയിരുന്നില്ല. പിന്നെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞാണ് ആളെന്ത് ചെയ്ത് കൺവിൻസ് ആയി. കാരണം കേരളത്തിന്റെ ഒരു പ്രശ്നം പോയി കിട്ടുവാണ്, എന്നാലോ അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു സംഭവം, അതായത് ആ ഒരു ഏരിയ ഫുള്ള് കേരളത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ആ ഏരിയ തിരുവിതാംകൂർ മഹാരാജാവ് ലീസിന് കൊടുക്കണം അവർക്ക്. 999 വർഷത്തേക്കാണ് ലീസിന് കൊടുക്കുന്നത്. വലിയ ലോങ് ടൈമാണ്. അപ്പൊ ആ ടൈമിൽ ചെറിയൊരു പൈസക്കൊക്കെ കൊടുക്കണേ, വലിയ ഇപ്പോഴത്തെ പോലെ ഒന്നല്ല. ആ ഏരിയ ആണെങ്കിൽ പ്രത്യേകിച്ച് കാടാ, ഫുള്ള് കാട്, ഫോറസ്റ്റ് ഏരിയ, എൻ്റയർ ഫുൾ ഫോറസ്റ്റ് ഏരിയ. അപ്പൊ അതില് ഇങ്ങനെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കുറെ ഐഡിയാസ് വന്നു തുടങ്ങി. അപ്പോൾ അവിടെ ഒരു മെയിൻ ആയിട്ട് ഒരു എഞ്ചിനീയർ ഉണ്ട്, ജോൺ പെനികുക്ക് എന്ന പേര്. ഈ ജോൺ പെനികുക്ക് ആണ് ഇതിന്റെ ഒഫീഷ്യൽ എഞ്ചിനീയർ. ഇയാൾ എന്ത് ചെയ്തു, ഇയാളാണ് കുറെ ഐഡിയാസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് കുറെ മാപ്സ് ഒക്കെ ഉണ്ടാക്കി നോക്കി. അങ്ങനെ ഈ ഇതിന്റെ കുറെ ഐഡിയാസും എങ്ങനെ നമുക്ക് ഇത് കുറച്ചുകൂടി അടിപൊളിയാക്കി എടുക്കാം. ഫസ്റ്റ് ഒക്കെ ഫുള്ള് റിജക്ഷനാ, അതായത് ചിലപ്പോ ശരിയാവില്ല, കുറെ നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് 1886 സാങ്ഷൻ കിട്ടി, ഡാം നമുക്ക് പണിയാന്നുള്ള രീതിയിൽ. എന്നിട്ട് ഡാമിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു. 3000 പണിക്കാർ പോയി കാട്ടിലേക്ക്. അതില് ഡാമിന്റെ പണി കഴിഞ്ഞത് 1896 10 കൊല്ലം എടുത്തിട്ടുണ്ട് പണി കഴിയാൻ. ആ ടൈം ആയപ്പോഴേക്കും 500 ആൾക്കാർ മരിച്ചു പണിയെടുക്കുന്ന സമയത്തും. പിന്നെ അത് എൻ്റയർ ഫോറസ്റ്റ് ആണല്ലോ, പനി പിടിച്ചിട്ടും പിന്നെ അവിടെ ഈ കാട്ടാനകളുടെ ശല്യവും മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറെ ആൾക്കാർ മരിച്ചു. അറ്റ് ലാസ്റ്റ് 1896 ഡാമിന്റെ പണി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. 96 പണി കഴിഞ്ഞിട്ടുള്ളൂ. അത്ര ടൈം എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു, തമിഴ്നാടിന് വലിയൊരു കാര്യം ഈ ഒരു കാര്യം. കാരണം അവരുടെ ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് വരൾച്ചയാണ്. അപ്പൊ അവർക്ക് വെള്ളം കിട്ടുകയാണ് അവരുടെ അഗ്രികൾച്ചർ. കാരണം മെയിനായിട്ട് നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഫുൾ വെജിറ്റബിൾ സോഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തമിഴ്നാട്ടിൽ നമുക്ക് വരണേ. അപ്പൊ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വലിയ പാടം ഒക്കെ വേണ്ടേ. എത്രത്തോളം ഏക്കറാണ് കൃഷി. ഈ വെള്ളമൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഈ മുല്ലപ്പെരിയാർ എന്നാണ്. പിന്നെ അതിന് ശേഷം പിന്നെയാണ് എന്ത് ചെയ്ത് ഈ ഒരു എന്താ പറയാ കറന്റ് ജനറേഷൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് കുറച്ച് ലേറ്റ് ആയി അല്ലേ,
1932-ലാണ് എന്താ പറയാ ഈ കറണ്ടിന്റെ സംഭവം അവര് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്താ ബ്രിട്ടീഷുകാരുണ്ട്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുണ്ട്. അപ്പോഴാണ് തിരുവിതാംകൂർ രാജാവ് അത് എതിർത്ത്, നടക്കൂല, കറണ്ടിന്റെ പരിപാടി ഇവിടെ നടക്കൂല എന്ന് അവര് തീരുമാനിച്ചു. ബ്രിട്ടീഷുകാർ ഉള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്ത് ഡാം എടുത്തിട്ട് അവിടുന്ന് കറണ്ട് എന്ത് ചെയ്യാൻ പറയാ ജനറേറ്റ് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ തുടങ്ങി. പിന്നെ അന്ന് അത് റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മളെ ഇൻഡിപെൻഡൻസ് കിട്ടി, 1947 ഇൻഡിപെൻഡൻസ് കിട്ടി. അതിനുശേഷം പിന്നെയാണ് അവരെന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ആ പ്ലാന് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ വിചാരിച്ചു. എന്ത് ചെയ്യാം, ഈ ഡാം യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ എത്തി എന്നിട്ടാണ് ആ കറണ്ട് ജനറേഷൻ സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ ഈ ജോൺ പെനിക്യൂക്ക് ഡാം ക്രിയേറ്റ് ചെയ്ത ടൈമിൽ പറഞ്ഞത് 50 വർഷത്തിന് വാലിഡിറ്റി ഉള്ളൂ. അതാണ്, അതിന്റെ 50 വർഷം മാത്രമേ അത് പ്രോപ്പറായിട്ട് നിൽക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ ഏത് പ്രൊഡക്റ്റ് ആയാലും ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ, എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഡാമിന് ഒരു 50 വർഷമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ എത്ര വർഷമായി? 129 വർഷം റണ്ണിങ്. 129 വർഷമായി ഇരട്ടി കഴിഞ്ഞു, ഇരട്ടി ആവണം ഇപ്പൊ. അതാണ് അതിന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഈ ഡാം ക്രിയേറ്റ് ചെയ്തത് പണ്ട് നീ കോൺക്രീറ്റ് ഇല്ലല്ലോ. അപ്പൊ ഈ പണ്ട് ഈ ലൈം വെച്ചിട്ടാ, ലൈമിന്റെ ഒരു മിക്സർ പോലെ സംഭവം, ആ സംഭവം വെച്ചിട്ടാണ് ഈ ഒരു ഡാം ക്രിയേറ്റ് ചെയ്തത്. കോൺക്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല, ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്. അപ്പൊ അത് ഇത്ര നാള് നിക്കണമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത്ര നാള് ഇത്, കാരണം അത്രയും ഒരു മഴ വന്നാൽ തന്നെ ജലനിരപ്പ് ഉയർന്നു തുടങ്ങും. അതിന്റെ ഇടയിൽ 2011 സുപ്രീം കോടതി വിധി ഒന്ന് ഇനിയും ജലനിരക്ക് നിങ്ങൾക്ക് കൂട്ടാതെ തമിഴ്നാടിന്. അപ്പൊ ആലോചിച്ച് നോക്കും, നമ്മളെ അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മളാരും, ഇതിന്റെ അടിയിലാണ് കേരളം മൊത്തം വരുന്നത്. ഈ ഒരു വെള്ളത്തിന്റെ ജലസാഗരം, ഇത്ര വലിയൊരു വാട്ടർ സോഴ്സിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് കേരളത്തിലെ ആൾക്കാരുടെ അവസ്ഥ, കേരളം ഉണ്ടോ പിന്നെ? അതാണ്. അപ്പൊ ലൈക്ക് കുറെ ആൾക്കാരെ സംശയമാണ് എന്ന് വെച്ചാൽ ഇപ്പൊ നിലവില് ഇപ്പൊ എന്താ നടക്കുന്നത്, നിലവിലെ ആൾക്കാർ ഇപ്പൊ എന്താ ഒന്നും ചെയ്യാത്തത്, അതിനെ കുറിച്ചാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചാൽ കേരളം തീരുമാനിച്ച് ലൈക്ക് ഇതിന്റെ താഴെ ഒരു 366 മീറ്റർ താഴെ ഒരു ഡൗൺ സ്ട്രീം ബിൽഡ് ചെയ്യാം എന്ന് വെച്ചാൽ കുറച്ചും കൂടി സേഫർ ആയിരിക്കും, സ്ട്രോങ്ങർ ആയിരിക്കും, എല്ലാം ഓക്കെ ആണ്, എല്ലാം പ്ലാൻസ് റെഡിയാണ്, പ്രൊജക്ട് ഓക്കെ ആണ്. അതേപോലെ ആൾക്കാരൊക്കെ തീരുമാനിച്ചു. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, തമിഴ്നാട് സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ പണ്ടത്തെ ഈ ഡാം തന്നെ മതി, അതിന് നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്, എല്ലാം ഓക്കെ ആണ്. പക്ഷെ അവര് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് മനസ്സിലാക്കുന്നില്ല. മേജർ പ്രശ്നം വരുന്ന കേരളത്തിക്ക. ആദ്യം ചിന്തിക്കേണ്ട കാര്യം, അവർക്ക് വെള്ളം ഇല്ലാത്തത് കൊണ്ട് കേരളത്തിലത്തെ വെള്ളമാണ് ഫസ്റ്റ് പ്ലേസ് നമ്മൾ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. കേരളത്തിൽ വെള്ളമാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു കൺസിഡറേഷൻ പോലും ഇല്ല. അവര് പറഞ്ഞ അത് നടക്കൂല, നമുക്ക് നമ്മളെ വെള്ളം മതി. എന്താ പറയാ, ഇപ്പൊ നടക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്റ്റേറ്റ് തമ്മിലും ഇപ്പൊ ഒരു അടി നടന്നുകൊണ്ടിരിക്കുക, ടൈം പോയിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ 2 സ്റ്റേറ്റ് തമ്മിലൊരു തീരുമാനത്തിൽ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് പറയണേ, നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലേക്ക് എത്തിക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാന്നാ പറയുന്നത്. അപ്പൊ ഇത് തമ്മില് ആരും സമ്മതിക്കുന്നില്ല. തമിഴ്നാട് പറയുന്നത് സമ്മതിക്കൂല, നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അനക്കരുത്. പിന്നെ കേരളക്കാർ പറഞ്ഞത് എന്തെങ്കിലും ഒരു പണി ചെയ്യണം. ഇതിപ്പോ നമ്മളെ സാധാരണക്കാരെ അത് പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഒറ്റൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവുക, ഇപ്പൊ സംഭവം നടക്കാണ്ടിരിക്കട്ടെ, പക്ഷെ എങ്ങാനും ഈ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് വലിയൊരു വിഷയമെന്ന് പറയാ. കാരണം പൊട്ടിക്കഴിഞ്ഞാലൊക്കെ വലിയൊരു ഇമ്പാക്റ്റാ. കാരണം ഇത്രയും ജലസാഗരം ഇങ്ങനെ ഒഴുകി വരാന്നാ പറയാ. അത് ഈ മുല്ലപ്പെരിയാർ ഡാം, പെരിയാറത്തെ ഫുള്ള് വെള്ളം അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് നേരെ വന്നെത്തുന്നത് ഇടുക്കി കണക്കിട്ടില്ല. ഇടുക്കി ഡാം ഹോൾഡ് ചെയ്യില്ല എന്നാണ് ഇത്. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചാൻസ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എത്രയും ഫോഴ്സിൽ മറ്റേ കാടും മലയൊക്കെ ഇടിഞ്ഞ വരണേ. വെള്ളത്തിന് ഇങ്ങനെ റൂട്ടൊന്നും ഇല്ലല്ലോ, ഒരു ഏത് വഴിയാ ഫ്ലോ അങ്ങനെ. അപ്പൊ ഈ ഇടുക്കി ഡാം പിടിച്ചു നിർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇടുക്കി ഡാം ഇപ്പോൾ ലാസ്റ്റ് 2018 വെള്ളപ്പൊക്കത്തില് ഒന്ന് മാക്സിമം ലെവൽ എത്തി, എന്നിട്ടും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് ഭാഗ്യം വേറെ ഒന്നും പറ്റാന്. ഈവൻ എന്നിട്ട് പോലും ലിമിറ്റ് എത്തിയപ്പോ ഷട്ടർ തുറന്നു, ചെറുതോണിയിൽ ഷട്ടർ തുറന്നപ്പോ എന്നിട്ട് ഇവിടൊക്കെ വെള്ളം കയറി. അതാണ്, ഷട്ടർ തുറന്നിട്ട് പോലും ഇവിടെ വെള്ളം കയറണമെങ്കിൽ, മഴ ഉണ്ടായിരുന്നു, മഴ ഇല്ലെന്നേ പറയില്ല, അത്രത്തോളം വെള്ളം ഇത് ഡബിൾ ഇരട്ടി വെള്ളം വരണേ. ഇടുക്കിയിലെ വെള്ളം പ്ലസ് മുല്ലപ്പെരിയാറിലെ വെള്ളം വരുന്നത്. അത് കൂടാണ്ട് ഇടുക്കി ജില്ലയിൽ വേറെ 2 ചെറിയ ഡാമുകൾ ഉണ്ടോന്നുണ്ടോ, അതിന്റെ അണക്കെട്ടും പൊട്ടും. അത് ഇത്ര സ്ട്രോങ് അല്ല, ഇതുപോലെ വീക്ക്. അപ്പൊ വെള്ളം ഫ്ലോ ചെയ്യണം നമ്മളെ ഡിസ്ട്രിക്ട് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂരിന്റെ പകുതി പോകുന്നു പറയുന്നുണ്ട്. ഇത്രയും പെട്ടെന്നായിരിക്കും അറബിക്കടലിൽ എത്താന്ന് പറയുന്നുണ്ട്. ചെളിയും മണ്ണും, അതായത് വൻ ഇമ്പാക്ട് ആയിരിക്കും. അപ്പൊ നമ്മള് ഒരിക്കലും ആൾക്കാരുടെ ഇടയിൽ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളത് പറയുന്നത്. ഇത് സത്യാവസ്ഥയാണ്. ഇതാണ് ഇപ്പൊ നമ്മളെ കേരളത്തിന്റെ അവസ്ഥ. ആൾക്കാർ അധികം, ചില ആൾക്കാരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, മഴ വരുമ്പോ സംസാരിക്കും, പക്ഷെ അത് കഴിഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യും, അത് വീണ്ടും ഡിമ്മാവും.
അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്, ഈ ഡാം ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല എന്താണ് നടക്കുന്നത് സംഭവങ്ങള്. ഇതാണ് മെയിൻ ഇഷ്യൂ. കേരളം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും അത് വിത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറെ ആൾക്കാരൊക്കെ പറയുന്നത്, ഇപ്പൊ ഈ എക്സ്പേർട്ടൊക്കെ പറയുന്നത് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും പണി നടക്കുന്നുണ്ടോ ചോദിക്കുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് പണിയൊന്നും നടക്കുന്നില്ല ഡാമിന്. കാരണം എക്സ്പേർട്ട് പറയുന്നത് വെച്ചാൽ അത് നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അത്രയും പഴക്കമുള്ളതായതുകൊണ്ട് അത് നമുക്ക് അധികം പണി ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പാച്ച് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാന്നല്ലാണ്ട് ചെറിയ വർക്ക് ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് ഒന്നും ഇപ്പൊ അതിന് നടക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇത്രയും 2018 ആണെങ്കിലും അതിനുശേഷമാണ് എത്രത്തോളം പ്രളയങ്ങൾ നമ്മളിങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും എങ്ങാനും ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് എല്ലാവരും കേരളക്കാർ ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കും ആ കാര്യത്തിൽ. നമ്മൾ 2018 മനസ്സിലാക്കിയ കാര്യം. എല്ലാത്തിലും പൈസക്കാര് പണക്കാര് കുറെ ഡിഫറൻസിയേഷൻ ഉണ്ടല്ലോ നമ്മളതില്. അതൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിരുന്ന സംഭവം. എന്തെങ്കിലും ദുരന്തം വന്ന് നോക്കി, ഇപ്പൊ വയനാട് ഉണ്ടായിരുന്ന ദുരന്തം, വെള്ളപ്പൊക്കം ഉണ്ട്, എല്ലാത്തിലും മലയാളികളുടെ ഒരു മൈൻഡ് സെറ്റ് വേറെ തന്നെയാണ്. അതിന് അഗേൻസ്റ്റ് നമ്മള് ഇറങ്ങണം. അല്ലാണ്ട് ഇത് ജസ്റ്റ് ഒരു സാധാരണ വീഡിയോ കാണുന്ന പോലെ കണ്ടിട്ട് നെക്സ്റ്റ് രീതിയിൽ വിട്ടിട്ട് കാര്യമില്ല. ഇതനുസരിച്ച് നമ്മള് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോ പൊളിറ്റിക്കലി നല്ല ഹോൾഡ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം, നല്ല കണക്ഷൻ ഉള്ള ആൾക്കാർ. അതുവഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, പറ്റുന്ന രീതിയിൽ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ആൾക്കാരിലേക്ക് അറിയണം ഇതെന്താണ് സംഭവം എന്ന് ആൾക്കാരിലേക്ക് അറിയണം. അതിനുവേണ്ടി മാത്രം ചെറിയ ഷോർട്ട് ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ആണ്. കുറെ സംസാരിക്കാനാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ബട്ട് ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ റിയൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ്, അതേപോലെ സ്റ്റോറീസ്, അതുപോലെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും, അതേപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ്, അപ്പൊ അങ്ങനത്തെ കുറെ ടോപ്പിക്സ് ആണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാണുന്ന ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ആൾക്കാർക്ക് ഇത് അറിയാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ടു ദം. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ്സിൽ പറയാം. അതെ, നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തെങ്കിലും ഇപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു കറക്റ്റ് us. കാരണം എല്ലാവരും പെർഫെക്റ്റ് അല്ല, ലൈക്ക് നമ്മൾ മിസ്റ്റേക്സ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഏത് വീഡിയോസിലാണെങ്കിലും ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുകയാണ്, ഇഫ് യു തിങ്ക് ഇറ്റ്സ് കറക്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, ഞങ്ങൾ ഒരിക്കലും ഒരാളും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്.